ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. നമ്മൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് അല്ല, ആക്ച്വലി ഒരു ബിരിയാണി കുക്കിംഗ് ഡേ ഇൻ അവർ മടിയൻ ലൈഫാണ്. അതെ, ഞങ്ങൾ നോർമലി വീട്ടിലിരിക്കുന്ന ദിവസം വെളിയിൽ പോയിട്ടാണ് കഴിക്കുന്നത്. ഇന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിത്തരും. ആക്ച്വലി ഞാനാണ് ഇവിടെ ബിരിയാണി ഉണ്ടാക്കാറ്. പിന്നെ ഇവൾക്ക് ഇന്ന് വീഡിയോ എടുക്കണമല്ലോ, ഷോ ഓഫ് കാണിക്കണമല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ആയിക്കോട്ടെ എന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ആക്ച്വലി ഇത് നിങ്ങൾക്ക് കാണാം, ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ബട്ട് ഇത് ഐസ് കട്ടയായിട്ട് ഇരിക്കുകയാണ്, അതുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ടാകുവാണ്. സോ ഇനി ഇതെല്ലാം സെറ്റ് ചെയ്ത് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഇനി ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങണം. നമ്മൾ ആരുടെ നോക്കിയായിരുന്നു? ഷാനവാസ് കിച്ചൺ. ഷാനവാസ് കിച്ചൺ. ഞാൻ ഷാനവാസ് അല്ല, മുട്ടത്തലുള്ള ചേട്ടനല്ലേ, ഒരു മുട്ടത്തലുള്ള. എനിക്ക് തോന്നുന്നു എല്ലാവരും കുക്കിംഗ് വീഡിയോ കാണുമ്പോൾ മിക്കവാറും ആദ്യം പിന്നെ പുള്ളിയാണ് ചേട്ടാ പേരറിയാൻ മറന്നുപോയോണ്ടാ കേട്ടോ, സോറി. അപ്പോൾ ചേട്ടൻ്റെ വീഡിയോ ഒക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആക്ച്വലി എനിക്കിത് അറിയാം, വലിയതൊന്നും ഇല്ല. പിന്നെ ഇന്ന് ഇവൾക്കൊന്ന് ഷോ ഓഫ് കാണിക്കണമെന്നൊക്കെ ഓർത്തപ്പം ഓക്കെ നമുക്ക് ചെയ്യാം എന്ന രീതിയിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഞങ്ങൾ ഏതായാലും ബിരിയാണി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. എങ്ങനെയാവുമെന്നും അറിയത്തില്ല. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആരും ഇത് അനുകരിക്കരുത്. അതെ, സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ്, ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം. ഓക്കെ, അപ്പൊ നമുക്ക് ബിരിയാണിയിലേക്ക് പോകാം. ഓക്കെ, കം ഓൺ. ഹലോ ഗൈസ്. ഗൈസ്, ഞാൻ അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ്, ബിരിയാണി അരി. ഇന്ന് ഞങ്ങൾ പോയി മേടിച്ചത് നല്ല സൂപ്പർ ബിരിയാണി അരിയാണ്. ഇതിന് എത്രയാണ് ഇപ്പൊ കിലോയ്ക്ക്? 80 രൂപ. 80 രൂപ. 80 രൂപയുടെ ബിരിയാണി ഞാൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവൾക്ക് ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ്. ഇവള് കഴിയാൻ സെറ്റ് ആകത്തില്ല, അതുകൊണ്ട് ഞാൻ തന്നെ കഴുകുകയാണ്. ഒരു 3-4 പ്രാവശ്യം ബിരിയാണി ആദ്യം കഴുകി എടുക്കുക. ബിരിയാണി അരി ആദ്യം കഴുകി എടുക്കുക. അപ്പോൾ ഗായ്സ്, നമ്മൾ ബിരിയാണി കഴുകി സെറ്റാക്കി, ബിരിയാണി അരി കഴുകി സെറ്റാക്കി. ഇനി നമ്മൾ സവാരി ഗിരിയിലേക്കാണ് പോകുന്നത്. പക്ഷെ ഞാനിത് ക്ലീൻ ചെയ്ത് ഇവിടെ വെച്ചതേ ഉള്ളൂ. അരിയുന്നതും വഴട്ടുന്നതും ബാച്ചിയാണ്. അപ്പോൾ നമ്മൾ സവാരി ഗിരിയിലേക്ക് തുടങ്ങുകയാണ്. സവാള എടുക്കുക, അരിയുക. ഞാൻ ചിലപ്പോൾ കരഞ്ഞതെങ്കിൽ വരും. ഞാൻ പണ്ടോട്ടെ സവോള അരിയുമ്പോൾ ഭയങ്കര ഇമോഷണൽ ആവും. ആരാണ് സവോള അരിയുമ്പോൾ പണ്ടേ ഭയങ്കര ഇമോഷണൽ ആവും. എന്നിലുള്ള ആക്ടർ പുറത്തു വരുന്നതാണ്. സോ ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം. അതിന് പണ്ട് തൊട്ടേന്ന് പറയാനായിട്ട് ഇനി എപ്പോഴാണ് അരിയുന്നത്? എല്ലാ സാധനങ്ങളും ഇവളുടെ വീട്ടിൽ ഒരു പണിയും ചെയ്യത്തില്ലായിരുന്നു ഗൈസ്. ഇവനാണെങ്കിൽ അമ്മാണി ഉണ്ട്, അതുപോലെ തന്നെ ഗൈസ് ഇവനാണെങ്കിൽ അമ്മാണി ഉണ്ട്, അതുപോലെ തന്നെ ഇത് അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പൊ ഇവരെല്ലാരും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഉണ്ടാക്കി ഇവന്റെ കൈ കൊടുക്കും. ഞാൻ പ്രേമിച്ചോണ്ടിരുന്ന സമയത്തുണ്ടല്ലോ വേറെ ഒരു വീട്ടിലും നടക്കത്തില്ല ഗൈസ്. ഞാൻ പറയും ഗൈസ്, ഇവൻ മുറിയിരുന്ന് എന്നെ വിളിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഒരു അമ്മാണി ഒരു 10 പ്രാവശ്യം കുറേ സാധനം തിന്നാനായിട്ട് കൊണ്ട് കൊടുത്തിട്ട് മോനെ അന്നേരം ഇവൻ പറയും കഥ അടച്ചേക്കെന്ന് പറഞ്ഞാൽ കഥക് വരെ അടച്ചിട്ട് കൊടുത്ത് അമ്മാണിക്ക് എന്നോട് സ്നേഹം ഉള്ളതുകൊണ്ടാണ്. അതാണ്. എന്നിട്ട് ഇപ്പം സവോള ഈ പറയുന്നവളെ വീട്ടിൽ ഒരു പണി കേട്ടില്ല. ഇവളുടെ അമ്മ എന്നോട് പറയും, അമ്മ അടുക്കളയിൽ കയറി ഇവള് നേരെ പോയി ബെഡേ കയറി ഇന്ന് ചുമ്മാ ഇരിക്കും, അല്ലെങ്കിൽ പോയി കിടന്നുറങ്ങും. പകരം മൊത്തം അതാ അവരോട്. എന്നിട്ട് ഇവള് കല്യാണം കഴിച്ച് ഇവിടെ വന്നിട്ടേ എനിക്ക് ഇവളൊരു പാസ്ത ഉണ്ടാക്കി തന്നു. നിങ്ങൾ ഓർക്കണം, ഞാൻ ചെറുപ്പം തൊട്ടുള്ള കിഡിലെ ഫുഡ് കഴിച്ചു വന്ന ഒരാളെ എനിക്ക് ഇവളോടൊരു പാസ്ത ഉണ്ടാക്കി തന്നു. പാസ്ത ഉണ്ടാക്കി തന്ന അന്ന് പാതിരാത്രി ഞാനൊരു 10 പ്രാവശ്യം ബാത്റൂമിൽ പോയി. എന്നിട്ട് അവസാനം ബാത്റൂമിൽ പോയി തല കറങ്ങി ബോധമില്ലാതെ ബാത്റൂമിൽ വീണു. അപ്പോൾ ഇവള് കിടന്ന് പൂര ഉറക്കം. ഞാൻ ബാത്റൂമിൽ കിടന്ന് അടിയാ എണീക്കടി എനിക്ക് വരാൻ പറ്റുന്നില്ല. അവസാനം ഞാൻ 20 മിനിറ്റോളം ബാത്റൂമിൽ പാതിരാത്രി കിടന്ന് ബോധമൊക്കെ വന്നപ്പോൾ നമ്മുടെ ടൈലൊക്കെ പിടിച്ച് പൊങ്ങി വന്ന് ഇവിടെ വന്ന് വിളിച്ചൊരു 10 മിനിറ്റ് എടുത്ത് ഇവിടെ ഒന്ന് വിളിച്ചെണീപ്പിക്കാം. പാസ്ത കഴിച്ച എനിക്കില്ലാത്ത ഞാൻ പറയുന്നില്ല. എന്നിട്ട് ഇവളെ എണീപ്പിച്ച് പാതിരാത്രി ഇവിടെയും വെച്ചോണ്ട് ബൈക്ക് ഓടിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയിട്ട് റിപ്പോർട്ട് കിടന്ന് ഗൈസ്. ആ സാധനമാണിത് ഗൈസ്. എനിക്ക് അങ്ങനെയൊക്കെ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്താലും എന്നെ സ്നേഹിക്കുന്നുണ്ടോന്ന് ഞാൻ ചെക്ക് ചെയ്യണ്ടേ? ഞാനായതുകൊണ്ട് വേറെ വല്ല ഭർത്താക്കന്മാരും ആകണായിരുന്നു ഈ സ്വഭാവം. ഈ ഭർത്താവ് ഗൈസ്, ഞങ്ങൾക്ക് ഇപ്പോഴും ഈ ഭർത്താവ് ഭാര്യ എന്നൊക്കെ പറയുമ്പോഴത്തേന് എനിക്ക് എന്താ പോലെ, എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് പോലെയാ ഗൈസ്. വീട്ടിൽ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ ബ്രദർ, എന്റെ മഴക്കാളി ബ്രദർ. എല്ലാവരും ചോദിക്കും കല്യാണ ലൈഫ് എങ്ങനെയുണ്ടെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ബ്രദറിനെ കിട്ടി. കല്യാണ ലൈഫ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടർലേ പോയ അനുഭവമാണ് ഗൈസ്. ഓരോ ദിവസം ഓരോ റൈഡുകളാണ്. എന്നാണ് സവോള കഴിഞ്ഞിട്ട് സെറ്റ് ആകുന്നില്ലല്ലോ. ചിലവരൊക്കെ സവോള ചെയ്യണം ഇങ്ങനെ അറിയുന്നതാണ്. ഇങ്ങനെയാണ് ഈ പരിപാടി. ഞങ്ങൾ രണ്ടുപേരും ഒറ്റ മക്കളാണ്. അപ്പൊ ലാലിച്ചും കൊഞ്ചിച്ചും ഒക്കെ വളർത്തിയതാ. പിന്നെ ഒറ്റ ഉള്ളവരെ ഒലക്കിട്ട് അടിക്കണമെന്നൊക്കെ ചിലർ. പക്ഷെ ഞാൻ നല്ല ക്വാളിറ്റിയുള്ള ചെറുക്കനായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇവിടെ കാര്യത്തിൽ പിന്നെ ശരിയായിരിക്കും. ഇവൻ ഭയങ്കര സോപ്പനാണ്. സോപ്പൻ
അപ്പൊ ഞങ്ങൾ നിങ്ങളോട് സംസാരിച്ചിരുന്നാൽ ഞങ്ങളുടെ പണിയൊന്നും നടക്കത്തില്ല. അപ്പൊ ഇവനെ കൊണ്ട് ഞാൻ സവോള അരിപ്പിച്ച് വഴട്ടിപ്പിക്കും. എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് കണ്ണ് നീറാൻ തുടങ്ങി ഗൈസ്. എനിക്ക് എന്നിലെ നായകൻ ഉണർന്നു. അപ്പൊ ശരി, എന്നൊന്നും പറയുന്നില്ല, അടുത്ത സീനിൽ കാണാം. ഗൈസ് സവോള കണ്ണ് തുറക്കാൻ പറ്റത്തില്ല. ബാക്കി ദൗത്യന്റെ ഭാര്യ എടുത്തത്, ഭാര്യയും കിടന്ന് കരയുന്നു. എന്നുള്ള സ്നേഹം കൊണ്ടായിരിക്കും. ആക്ച്വലി ഞാൻ സവോള ഒന്നും ഇടാറില്ല ഗൈസ്. ഇവിടെ ഗൈസ് ഇത് ഒരു അവസാനത്തെ ഒരു 40% സവോള ആയിരുന്നു ഞാനാ കേട്ടോ. ഈ അവസാനത്തെ എങ്ങാണ്ട് ഇച്ചിരി എങ്ങാണ്ട് അവളായിരുന്നുള്ളേ. അത് കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല കേട്ടോ. എന്നെ വിശ്വാസം എനിക്കറിയാം. അല്ല ഗൈസ്, ആക്ച്വലി ഞാനിവിടെ സവോള ഒന്നും ഉപയോഗിക്കാറില്ല ഗൈസ്. രാവിലെ 2-3 ചപ്പാത്തി ഉണ്ടാക്കി വെക്കും, പരിപ്പ് കറി തൈര്, പിന്നെ ചിക്കൻ പുഴുങ്ങി വെക്കും. ഞങ്ങളെങ്ങനെ രാവിലെ ചപ്പാത്തിയും പരിപാടിയൊക്കെ ആയിരിക്കും. പിന്നെ ഉച്ചയ്ക്കും ചപ്പാത്തിയും പരിപ്പും ചിക്കനും. രാവിലെ ചിക്കൻ കാണും, ഉച്ചയ്ക്ക് ഞാനിപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഇത് ചെയ്താണ് പഠിക്കുന്നത്. വെച്ച് ഡയറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. കുറച്ചൊക്കെ, അതായത് രാവിലെ ഒരു ചപ്പാത്തിയും ഒരു 2-3-4 ചപ്പാത്തിയും പരിപ്പ് കറി ചിക്കനും, ഉച്ചയ്ക്ക് വെച്ച ചിക്കനും ചപ്പാത്തിയും തന്നെ ഞാൻ കഴിക്കുന്നത്. പിന്നെ വൈകിട്ട് പിന്നെ ഞങ്ങള് കുറച്ച് വെജീസ് ആഡ് ചെയ്യും. കുറച്ച് ഷുഗർ കട്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാരും അത് സംഭവം ചിലവരുണ്ട് ഷുഗർ കട്ട്. ഞാനിപ്പോ ഷുഗർ കട്ട് ഉണ്ടോന്ന് ചോദിച്ചാൽ ഇടയ്ക്കിരി മനസ്സിലായി കഴിക്കും. എല്ലാം കൺട്രോൾ ആയിട്ടുള്ളൂ, ഓവർ ഷുഗർ കട്ടൊന്നുമില്ല. കാരണം ചിലവരൊക്കെ കാണിച്ചതാണ് ഷുഗർ കട്ട് എന്ന് പറഞ്ഞാൽ മധുരം ഒന്നും കഴിക്കാൻ അവസാനം പോയി 1 കിൻഡൽ ചോറ് പോയി കഴിക്കുന്നവരൊക്കെ ഉണ്ട്. സോ അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാം കഴിക്കും, മോഡറേറ്റ്. കാരണം ഞാൻ അമ്മാതിരി ഹെവി ഡയറ്റും പരിപാടിയൊന്നും എടുക്കുന്നില്ല. അത്യാവശ്യം ലൈറ്റായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു, അത്യാവശ്യം ഫുഡ് കൺട്രോൾ ചെയ്യുന്നത് ഹെൽത്ത് പരമായി എന്ന രീതി മാത്രമേ ഉള്ളൂ. എനിക്ക് ഗൈസ് കണ്ണ് തുറന്ന് പറയാൻ പറ്റില്ല, എനിക്ക് കണ്ണടഞ്ഞു വന്നു. സവോളയ്ക്ക് നല്ല നീരുള്ള സവോളയോ. സോ സവോള അരിച്ചിൽ കഴിഞ്ഞ് ഇനി തക്കാളിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാം വരട്ടി സെറ്റ് ചെയ്തെടുക്കണം. കഥ പറഞ്ഞ കാര്യം കഥ കണ്ടിന്യൂ ചെയ്തു. നീ പറഞ്ഞ കഥ ഞാൻ എന്തായാലും കഥ പറഞ്ഞേ. നീ പറഞ്ഞ നമ്മള് മറന്നുപോയോ? നമ്മുടെ ഫുഡിന്റെ കാര്യം. നമ്മുടെ ഇത് ഫുഡ് ഞാൻ പറഞ്ഞത്. ഞാൻ അതേപോലെ ചപ്പാത്തിയും പരിപാടിയും, പിന്നെ വൈകിട്ട് ചില ദിവസം ചോറ് കഴിക്കും. ചോറും തൈരും ഈ പരിപ്പും പരിപാടിയൊക്കെ. വൈകിട്ടും ചിക്കൻ 2 നേരം ചിക്കൻ കഴിക്കും. പിന്നെ വൈകിട്ട് ഈ സംഭവമൊക്കെ കഴിക്കും. പിന്നെ ഡയറ്റിന്റെ കാര്യം, ഷുഗർ ഡയറ്റ്. ഷുഗറിന്റെ ഞാൻ പറഞ്ഞ ചോറിന്റെ കേസ്. ചിലവര് 1 കിലോ ചോറ് കഴിക്കും, അതിലൊന്നും കാര്യമില്ല. സോ നിങ്ങൾ ഭയങ്കര ഡയറ്റ് ആണെങ്കിൽ കുറച്ച് ചോറൊക്കെ നിർത്തുക. ചോറ് ഷുഗർ കട്ട് എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചോറൊന്നും കഴിക്കാൻ പോലും. കാരണം കംപ്ലീറ്റ് ഷുഗർ കട്ട് അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ മമ്മി എന്നെ തെറി അറിയും, നീ ഇങ്ങനെ ഇട്ട് കൈ തിരുവാതെ. മമ്മി ആണെങ്കിൽ ഒരു പണിയും ചെയ്യാതെ വളർത്തിയ കൊച്ച. എന്നിട്ട് ഞാൻ കണ്ടു ഗൈസ്, ഞാൻ എന്ത് പത്നിനെ ഒന്നും പറയാതെ ഞാൻ ഹെൽപ്പ് ചെയ്യാന്നല്ലേ പറയുന്നുള്ളൂ. എന്നെ പോലെ ഹസ്ബൻഡിനെ കിട്ടാനൊരു ഭാഗ്യമല്ലേ. നീ കുഞ്ഞാ, ബുദ്ധിപരമായിട്ടായിരിക്കും കേട്ടോ, അല്ലാതെ ഒന്നുമല്ല കേട്ടോ. നമ്മളെപ്പോഴും ഇത്രയും പ്രായമായെങ്കിലും നമ്മൾ ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. എനിക്കിപ്പോ 6ാം ക്ലാസ്സിൽ കയറിയ ഒരു ഫീലാ. അത് എനിക്കൊരു അനിയനും കൂടെ ഉണ്ടായ ഫീൽ. അതെ, നിനക്കല്ല അനിയനും കൂടെ ഉണ്ടായിരുന്നു. അവൻ നിന്നെ തട്ടിയിട്ട് പോയത് ഈ സ്വഭാവം കൊണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൈ കഴിക്കുന്നതുകൊണ്ടാണ് ഇത് മാറ്റി മാറ്റി പിടിക്കുന്നത്. സോ ഒരു ഷേക്കിങ് വരുന്നുണ്ടെന്നറിയാം. സോ കുഴപ്പമില്ല, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നേ. അതെ, ബാക്കിയൊക്കെ ഞങ്ങൾ സെറ്റായിട്ട് ചെയ്യുന്നില്ലേ? അതെ. ഇതെന്താണ്? ഇതാണ് ഗൈസ് മറ്റേ സൂത്രം. എന്ത് സൂത്രം? ആ സൂത്രത്തിന്റെ പേര് പറ. അത് സൂത്രത്തിന്റെ പേരെന്താ കാണിച്ചേ? ആ സൂത്രത്തിന്റെ പേരെന്താ പറഞ്ഞേ? അങ്ങനെയൊക്കെ പറഞ്ഞ ശരിയാണ്. മറ്റേ കൊറിയാണ്ടർ ലീഫ്. അതിന്റെ മലയാളം പറ. മല്ലിയല. അപ്പൊ ഞങ്ങൾ ഗൈസ് ബാക്കി പരിപാടിയൊക്കെ തുടങ്ങട്ടെ. അടുത്ത നമുക്ക് സീനിൽ കാണാം. വരട്ടൽ പരിപാടിയായിട്ട് വരാം. വരട്ടൽ ഞാനാണ് സ്പെഷ്യലിസ്റ്റ്. സോ ഞാനാണ് വരട്ടാൻ പോകുന്നത്. അപ്പം നമ്മള് ഈ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ 2 പച്ചമുളകും കൂടെ മിക്സിയിലിട്ട് മിക്സ് ചെയ്യാൻ പോവാം. ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് ഈ ടൊമാറ്റോയും കൂടെ മിക്സിയിലിട്ട് അടിക്കണമെന്ന്. പക്ഷെ ഞാൻ വിചാരിക്കുക വേണ്ട, ബിക്കോസ് എൻ്റെ കണ്ണനില്ലേ നല്ല പോലെ എനിക്ക് വഴട്ടിത്തരും. അപ്പോൾ ഇവൻ വഴട്ടിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇവൻ വഴറ്റിയ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഇവൻ എന്ത് സാധനത്തിലും, അത് പറയാതിരിക്കാൻ പറ്റില്ല, എന്ത് സാധനത്തിൽ തൊട്ടാലും ഭയങ്കര ടേസ്റ്റാണ്. ആക്ച്വലി മമ്മി ഉണ്ടാക്കുന്ന സാധനത്തിന് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ അമ്മാണി ഉണ്ടാക്കുന്നതൊക്കെ നല്ല ടേസ്റ്റ്. അപ്പം അതിൽ കുറച്ച് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആക്ച്വലി ഞാനും എൻ്റെ അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ കുക്കിംഗ് ഒട്ടും ഇഷ്ടമില്ല. കിഡിലായിട്ട് ഫുഡാണ്. പക്ഷെ അവൾക്ക് എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ശീലമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ എന്നും കുക്കിംഗ് കാരണമല്ലോ. പിന്നെ എൻ്റെ വല്യമ്മയില്ലേ, എൻ്റെ അച്ഛൻ്റെ അച്ഛമ്മ. നമ്മൾ സവോള ഇതിനകത്തേക്ക് ഇടാൻ പോവുകയാണ്. സവോളയൊക്കെ മുടിഞ്ഞ വലിയ പീസ് വെട്ടിക്കണ്ടിച്ചിട്ട് കൂടെ എനിക്ക് വയ്യായിരുന്നു, ഭയങ്കര തേങ്ങ ചിരണ്ട ഒരു പീസ് വെള്ളത്തിൽ പോയെന്ന് പറയുന്ന പോലെ.
അങ്ങനെ ദേ വാവച്ചി നല്ല ടേസ്റ്റ് ആയിരിക്കും, കാരണം വാവച്ചി തൊട്ടാ അങ്ങനെയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്കിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് ഉണ്ട്, അടിപൊളിയാണ് ഗൈസ്. സീരിയസ്ലി നമ്മളിപ്പം അതുകൊണ്ട് നമുക്ക് ഇപ്പം രണ്ടുപേരും വർക്കിംഗ് ആയിട്ടും നമുക്ക് ഭാരമായിട്ടൊന്നും തോന്നാറില്ല. ഈ വീഡിയോ എന്റെ കൂട്ടുകാരൻ രാഹുൽജി കാണുന്നുണ്ടല്ലോ, അവൻ സ്മരിക്കും. ഞാൻ രാവിലെ ഒക്കെ പണ്ട് കുക്കിംഗ് ചെയ്യാനുള്ള സമയത്ത് പാവം അവനായിരുന്നു ഫുള്ള്, ഞാൻ കുക്ക് ചെയ്യത്തില്ലായിരുന്നു. പാവം ചെക്കൻ എനിക്ക് എന്തോരം കുക്ക് ചെയ്ത് തന്നിട്ടുണ്ടെന്ന്. ഇപ്പം ഞാൻ ആ പടം അവിടെ ചപ്പാത്തി കുഴക്കത്തുള്ളൂ. എന്റെ ഫസ്റ്റ് കമ്പനി ആയിരുന്നു. അപ്പൊ ഞങ്ങൾ രാഹുലും ഞാനും ഉണ്ണി, ഞങ്ങൾ അതിനോടെ 3 പേര്. അപ്പൊ ഈ ഉണ്ണി അവൻ വീട്ടിൽ നിന്നും പോയി വരുവാ. അപ്പൊ രാഹുലും ഞാനും കൂടെ ആയിരുന്നു കുക്കിങ്ങും പരിപാടിയൊക്കെ. അപ്പൊ പുള്ളി എല്ലാം അവന് അത്യാവശ്യം കുക്കിംഗ് അറിയാം. എന്നെ വെച്ച് കമ്പയർ നല്ലപോലെ ചെയ്യും. ഞാൻ ഒട്ടും ചെയ്തില്ല. ഞാൻ അവിടെ ചെന്നിട്ടാണ് സത്യം പറഞ്ഞാൽ കുക്കിംഗ് തുടങ്ങുന്നത് തന്നെ. കുക്കിംഗ് തുടങ്ങിയില്ല, അവൻ രാഹുൽജിയുടെ അടുത്തുനിന്നാണ് കുറെ സാധനം പഠിച്ചതന്നെ. ഞാൻ എന്നും ചപ്പാത്തി ആയിരിക്കും. അപ്പം ഞാൻ ചപ്പാത്തി കുഴയ്ക്കും. എനിക്ക് അത് ചപ്പാത്തി കുഴയ്ക്കാൻ സെറ്റായിരുന്നു. ആദ്യമൊക്കെ ഷോ ആയിരുന്നു, പിന്നെ ഞാൻ എക്സ്പേർട്ടായി. അപ്പോൾ അവനാണ് ബാക്കിയുള്ള കറി. ഞങ്ങൾ എന്നും ചപ്പാത്തിയും മുട്ടക്കറിയും ചപ്പാത്തി എന്തെങ്കിലും കറി ഉണ്ടാക്കും. മുട്ടയിട്ടാൽ മുട്ടക്കറി, കടലിട്ടാൽ കടലക്കറി. അതാണ് എനിക്ക് ആക്ച്വലി അത്രയും മാത്രമേ അറിയത്തുള്ളായിരുന്നു ഗൈസ്. ഇങ്ങനെ ഈ മറ്റേ സവോള ഇട്ട് വഴട്ടി അങ്ങനത്തെ സാധനം. ഇപ്പൊ സവോള ഇടാതെ ഒരു ഇപ്പൊ ചപ്പാത്തി ഉണ്ടാക്കാൻ എൻ്റെ ഞങ്ങളുടെ മമ്മി ഇവിടെ വന്ന് നിന്നായിരുന്നു ഒരു 10 ദിവസം. ആദ്യം പിന്നെയാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്നല്ല, അത് അതിന് മുന്നേ ചപ്പാത്തി ഉണ്ടാക്കിയ ഇവൻ അവിടുന്ന് വലിക്കണം, ഞാൻ ഇവിടുന്ന് വലിക്കണമായിരുന്നു. അപ്പം എനിക്ക് ഇങ്ങനെ കുഴയ്ക്കുന്ന ചൂട് വെള്ളത്തിലാണ് എന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ പ്രാവശ്യം ഇട്ട് കുഴയ്ക്കണം എന്നൊക്കെ മനസ്സിലായത് അങ്ങനെയാട്ടോ. ചിലവരൊക്കെ ചോദിക്കും എന്താ വലിയ കാര്യമാണോ അങ്ങനെയാണ്, പക്ഷെ കുക്കിംഗ് എന്ന് പറയുന്ന ഒരു ആർട്ടാണ് അല്ലേ. അതെ, ചിലവരുണ്ട്, ചിലവർക്കുള്ള സംഭവം തന്നെ. ഈ ചിലവരെ ചെറുപ്പത്തിൽ തേങ്ങ പഠിപ്പിക്കത്തില്ല. എന്നിട്ട് നമ്മൾ വലുതായിട്ട് ഇതൊന്നും പഠിക്കണമല്ലോ, അല്ല ഇതൊക്കെ ഒന്ന് ചെയ്യണമല്ലോ എന്നൊക്കെ നമ്മൾ അടുക്കളയിൽ അല്ലെങ്കിൽ എന്തൊരു കാര്യമാണല്ലോ, കുക്കിംഗ് മാത്രമല്ല, കയറുമ്പോഴത്തേക്കും ചോദിക്കും നിനക്ക് ഇതിലോട്ട് ഇതറിയത്തില്ലേ, ഇത് ഇങ്ങനെയാണോ അങ്ങനെയാണോ, ഭയങ്കര കളിയാക്കാൻ വരും. എല്ലാവരും വീട്ടുകാരും കണക്കായി കരുതി എല്ലാവരും കണക്കാ. ഇവരൊട്ടും ചെറുപ്പത്തിൽ നിന്ന് ഇങ്ങനത്തെ കാര്യത്തിൽ നിന്ന് നമ്മളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കത്തില്ല. എന്നിട്ട് നമ്മളിന്ന് ഇൻവോൾവ് ചെയ്യാൻ പറയുമ്പോൾ ഊക്ക് നിനക്കറിയാവോ ഇതിങ്ങനെയാണ്, ഇതുവരെയായിട്ട് അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഉള്ള ഇതും കൂടെ പോകും. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പഠിക്കാനിരിക്കുന്ന ഒരു ദിവസം നമ്മുടെ വീട്ടുകാർ നമ്മളോട് ഒന്നും പഠിക്കലാന്ന് പറയും. അപ്പോൾ നമ്മളൊരു ദിവസം പെട്ടെന്ന് ഇന്ന് എന്തെങ്കിലും പഠിക്കാൻ നമ്മളിങ്ങനെ ബുക്ക് തുറക്കാൻ പോകുമ്പോൾ അപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് എടാ ഇരുന്ന് എന്തേലും പഠിക്കണം, എന്തേലും പഠിച്ച് രക്ഷപ്പെടാൻ തോന്നും. അങ്ങനെ നടന്ന് ദേഷ്യപ്പെട്ട് പറയും. സ്പോട്ടി നമുക്ക് ആ പഠിക്കാനുള്ള മൂടും. അപ്പോൾ നമ്മൾ അങ്ങനെ ഇപ്പം പറഞ്ഞിട്ട് പഠിക്കണ്ട, ആ സംഭവം പോലെയാണ് ഇതും. ചെറുപ്പത്തിലെ അത് നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു വന്നാൽ എന്തൊരു കാര്യമാണെങ്കിലും പഠിത്തത്തിൻ്റെയോ കുക്കിംഗ് എന്ത് കാര്യമാണെങ്കിൽ പോലും നമ്മളോടൊരു കാര്യം ചോദിച്ചു വരുമ്പോൾ അയാളെ ഒന്നും അറിയത്തില്ലാത്ത ഒരാളെ കളിയാക്കാൻ പോലും പറഞ്ഞു കൊടുക്കുക. കാരണം എല്ലാവർക്കും എല്ലാം കഴിഞ്ഞുള്ള ആൾക്കാരൊന്നുമില്ല. മാക്സിമം നമ്മൾ അങ്ങനെ അറിയത്തില്ലാത്തവർ എൻ്റെ അടുത്ത് എത്താൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ബുദ്ധിമുട്ട് അറിയാം. എന്തൊരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ IT-യിലാണെങ്കിൽ പോലും ഒരുത്തൻ എൻ്റെ അടുത്ത് വന്ന് എടാ ഇതെനിക്ക് അറിയത്തില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊടുക്കും. എനിക്ക് കാരണം നല്ല അങ്ങനത്തെ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്കറിയത്തില്ലാത്ത സാധനത്തിൽ ചിലവന്മാരോടൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ചിലവന്മാരുടെയൊക്കെ ഫേസ് അല്ലെങ്കിൽ ചുമ്മാ ചൂടാകുന്നു. ഏതാണ്ട് നമ്മളെന്ത് വലിയ എല്ലാ കാര്യം എല്ലാവർക്കും അറിയണമെന്നില്ല. സോ എല്ലാവരും ആദ്യത്തെ ഒരു ബിഗിനർ സ്റ്റെപ്പിൽ നിന്നാണ് വരുന്നത്. സോ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഇങ്ങനത്തെ ഒരു കാര്യത്തിനൊക്കെ വരുവാണെങ്കിൽ എന്തൊരു കാര്യം ആയിക്കോട്ടെ മാക്സിമം അവർക്ക് പറഞ്ഞു കൊടുക്കുക. അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ വീട്ടിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, അച്ഛക്ക് ആങ്കൊച്ചായിരുന്നു ഇഷ്ടം. അപ്പം ഞാൻ അടുക്കള കയറുന്ന അച്ഛനും സങ്കടം. അപ്പൊ ഞാൻ അടുക്കള കയറുന്നത് കൊച്ചിനെ എന്തിനാ അടുക്കള കയറ്റിയേ എന്ന് പറയും. അമ്മയും പണിയൊന്നും ചെയ്യിപ്പിക്കത്തില്ലായിരുന്നു. ഇപ്പൊ എന്റെ കെട്ടിയവൻ അനുഭവിച്ചോണ്ടിരിക്കണ ഗൈസ്. സോ എന്നാലും കുഴപ്പമില്ല, എന്നാലും ചെയ്യും. എന്ത് കൊടുത്താലും തിന്നുന്നോണ്ട് എനിക്കൊരു വലിയ കുഴപ്പമില്ല. അതും കൂടെ ഇനി ഇല്ലാതായാലോ, പട്ടിണി കിടക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും പിന്നെ വലിയ ഇങ്ങനെ ചോറ് വേണം 10 കൂട്ടം കറി വേണം അങ്ങനെയൊന്നും ഇല്ല. ചോറേ വേണ്ട, വല്ലോ ഈ സാധനമൊക്കെ മതി. എന്താണ് ഓട്സോ അങ്ങനെയൊക്കെ കഴിച്ചോളും. അപ്പൊ അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല ഗൈസ്. സോ ഞാൻ ഹാപ്പി ആയിട്ട് പോകുന്നു. അപ്പൊ എന്തായാലും ഈ വരട്ടൽ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞ് ഞാൻ മറ്റേ സാധനം ഇപ്പൊ തന്നെ വീഡിയോ എത്ര മിനിറ്റ് ആയി ഞങ്ങൾക്ക് അറിയില്ല. നല്ല എന്തായി കാണും. ഞങ്ങൾ 5 മിനിറ്റ് എന്ന് പറഞ്ഞ എടുത്തതാ. ഇപ്പൊ തന്നെ ഈ വീഡിയോ തന്നെ ഇപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ ആ സാധനം ഒന്ന് എന്താണ് മിക്സിയിലിട്ട് അടച്ചിട്ട് ഇനിയിപ്പൊ കുക്കറിനകത്ത് എല്ലാം ഇടുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട് ഗൈസ്. സോ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം. ദിസ് ഈസ് കാശ്മീരിയാണ് കേട്ടോ, കാരണം ഞങ്ങൾ ഒത്തിരി എരിവൊന്നും കൂട്ടാത്ത ആൾക്കാരാണ്. പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇടാം. ഓക്കെ, ദെൻ നമുക്ക് കുറച്ച് കൊറിയാണ്ടർ ഇടാം, അതായത് മല്ലിപ്പൊടി. ഞാൻ റെസിപ്പി പോലെ ഒന്നും ഷെയർ ചെയ്യുന്നതല്ല. ഇതെന്താണോ മല്ലിപ്പൊടി വാരി ഇടുന്നത്. ദെൻ ഗരം മസാല കുറച്ച് മതി, ടേസ്റ്റ് വരട്ടെ ഗൈസ്. കഴിക്കാൻ പറ്റുന്നതാണോ ഗൈസ്? പിന്നെ നമ്മൾ കുറച്ച് ഇത് ഞാൻ പറഞ്ഞില്ലേ മറ്റേ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ ഇടുന്നു. ഗൈസ് എന്തോ കണ്ടൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്, എനിക്കറിയില്ല ഗൈസ്. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ കാണും. അടുത്ത വീഡിയോ 2-3 നിങ്ങൾ മിസ്സായി കഴിഞ്ഞാൽ ആലോചിക്കൂ ഇവളെന്നെ ഫഡ് എന്ന് തീർത്തുന്നു.
ഫുഡ് ഒന്ന് തീർന്നു. ഓക്കെ, അപ്പൊ നമ്മള് അതെന്താണെന്നറിയാവോ? ഇഞ്ചിയും വെളുത്തുള്ളിയും മുളക് പൊടിയും. ഇനി അടുത്ത് നമ്മള് കുറച്ച് തൈരും കൂടെ ഒഴിക്കാൻ പോവാണ് ഇതിനകത്ത്. ഓക്കെ, സെറ്റ്. ഷാൻചേട്ടൻ പറഞ്ഞതാണ് കേട്ടോ. ഷാൻചേട്ടൻ്റെ ഫോട്ടോ ഞാൻ ആദ്യം കൊടുത്തിട്ടുണ്ട്, അവന് കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ തൈര് ഒഴിക്കണം ഗൈസ്. ഷാൻചേട്ടന് ഫ്രീ പ്രൊമോഷൻ. യെസ്, അതെ. ഇത്ര മതിയാ? എന്തോ കാണിക്കുന്നുണ്ട് ഗൈസ്. ഇത് എന്താണിത് ഗൈസ്? ഇതിന്റെ കോലം കണ്ട് ഇങ്ങനെയൊക്കെ പിരിക്കുന്നത് എങ്ങനെ ഔട്ട്കം അറിയില്ല. എന്തായാലും ആദ്യത്തെയൊക്കെ നീ തിന്നില്ലേ, അതുകൊണ്ട് അത്രയൊന്നും വരത്തില്ല. ഇപ്പൊ ഞാൻ വിളിച്ച ബിരിയാണി അത്യാവശ്യം നല്ലപോലെ ഉണ്ടാക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നും ഇല്ല. ഞാൻ കുറെ പ്രാവശ്യം എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. കുറെ പ്രാവശ്യമോ? 2 പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഗൈസ്. 2 പ്രാവശ്യം ഒന്നല്ല, 3 പ്രാവശ്യം ഉണ്ടാക്കിയോ? കുറച്ച് പ്രാവശ്യം ആദ്യമൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ എനിക്ക് കുഴപ്പമൊന്നും വന്നിട്ടില്ല ഗൈസ്. നമ്മുടെ വരട്ടിയത് ഇവിടെ എല്ലാം പരിപാടി സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. സോ ഞങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. അപ്പൊ അത് നമ്മുടെ ചിക്കൻ നമ്മള് കുക്കിംഗ് വീഡിയോ ഒക്കെ കാണുന്നു. അപ്പൊ അതേ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞങ്ങൾ കുക്കറിലേക്ക് കടക്കാൻ പോകണം. ഇനി ബിരിയാണി ഉണ്ടായതിനു ശേഷമുള്ള ഔട്ട്കം അല്ലെ, അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് നിങ്ങളെ കാണിച്ചു തരാം. ബിരിയാണി ആയോ അല്ലെ ബിരിയാണി ഷേപ്പ് ഉണ്ടോ? അപ്പൊ ഓക്കെ ഗൈസ്, കുക്കർ അടുപ്പിലേക്ക് വെക്കുന്നു ഗൈസ്. ആൻഡ് നമ്മുടെ നെയ്യ് നമ്മൾ നല്ല രീതിക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, ആക്ച്വലി ഞങ്ങൾ നെയ്യ് ഒത്തിരി തിന്നുന്ന ആൾക്കാരാ. കണ്ടോ, 2 ആഴ്ച കൊണ്ട് നെയ്യ് പാത്രം തീർത്തു. സോ ഞങ്ങൾ ഇങ്ങനെ യൂസ് ചെയ്യാറില്ല ഗൈസ്. സോ അതുകൊണ്ടാണ് നെയ്യിൽ ഞങ്ങൾ ബ്രെഡ് ഒക്കെ ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നെയ്യാണ് യൂസ് ചെയ്യാറുള്ളത്. നെയ്യിൽ യൂസ് ചെയ്യുന്ന ബ്രെഡ് ടോസ്റ്റ് ചെയ്യും. അല്ല, പിന്നെ ഞങ്ങള് പരിപ്പ് കറിയൊക്കെ നെയ്ക്കാത്ത വെക്കുന്ന കേട്ടോ. ഇതൊക്കെ 2-3 മാസം അങ്ങോട്ടായതാ ഈ എണ്ണ. കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കണമെന്ന് ഷാൻചേട്ടൻ പറഞ്ഞുകൊണ്ട് മാത്രം. കണ്ടോ, ആക്ച്വലി ഞങ്ങൾ വഴറ്റുന്ന സാധനങ്ങളൊന്നും ഞങ്ങൾ ഇടാറില്ല. അയ്യോ ഗൈസ്, ഒരു പ്രശ്നമുണ്ട്. വാങ്ങിച്ച സാധനം കവറിനകത്ത് വെക്കാം, അതൊന്ന് പൊട്ടിക്കട്ടെ. എന്റെ പൊന്നടാ, പൊട്ടിച്ചിട്ട് വരാം. ഇപ്പൊ സാഹസികപരമായിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ മിക്കവാറും എല്ലാം കൂടെ തെറിക്കുവേ. അല്ലെ നിങ്ങൾ കണ്ടോ പൊട്ടിക്കടാ. ഞാനവിടെ ഇച്ചിരി ഒരു സേഫ് ഡിസ്റ്റൻസ് മാറിയിപ്പോണ്ട്. എന്നല്ല നടക്കുമോ സാറേ? ഓക്കെ, എന്നിട്ട് നമ്മള് ഇതിനകത്ത് ഈ ഒരു സൂത്രം ഇടണം. എന്താ മരത്തിന്റെ തൊലിയാന്ന് തോന്നുന്നു. എന്താണ് ഇത്? ഓ, പൊട്ടുന്നില്ല. കത്രി എടുത്ത് പൊട്ടിക്ക്. ഈ സൂത്രം കറുകാപ്പട്ടയാണോ? ഇത് 2 ഇട്ടേക്കാം. ഇനി ഇവിടെ നിന്ന് നമുക്ക് പോയിട്ട് ഇവിടെ നിന്ന് കുറച്ച് ഇതൊന്നും വേണ്ടായിരുന്നല്ലേ. എന്തോ അങ്ങോട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ദൈവം, ഇതൊക്കെ എന്താവും? എന്തൊക്കെയോ ഇത് പൊട്ടി വരുന്നില്ല കഴിച്ചിട്ട്. എന്താ കവറ് പൊട്ടിച്ചാൽ മതി. എന്തൊക്കെയോ ഞാൻ വീണിട്ടുണ്ട്. അതിൽ ബാക്കി ഇനി അടുത്ത കൊണ്ട് വയ്ക്കാം. ബാക്കി കറി വേറെ കറിക്കിടാം. ഇച്ചിരി താഴ്പോയി. ഓക്കെ, എന്നിട്ട് നമ്മൾ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഓക്കെ, പുരിയിതാ. ഇനി നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള നമ്മുടെ സൂത്രം ആരാ കണ്ണ? അറിയില്ല ഗൈസ്, ഒരു കോൾ വരുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് അപ്പൊ ഈ വഴറ്റി വെച്ച സാധനം നമ്മൾ ഇടുവാണേ. ഇനി നമ്മൾ പിന്നെ വരാം ഗൈസ്. അപ്പൊ അതെ, നമ്മള് വഴറ്റാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടെ ഇട്ടല്ലോ. മറ്റേ സൂത്രമൊക്കെ ഇട്ട് നമ്മൾ വെച്ചേക്കുമല്ലായിരുന്നോ. അപ്പൊ അതിനകത്തേക്ക് നമ്മൾ അരിയും പിന്നെ നമ്മൾ മറ്റേ സൂത്രം ചെയ്ത് വെച്ച നമ്മൾ ചിക്കനും ഇട്ട് ഗാർണിഷില്ല മറ്റേ സൂത്രം ഇത് ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ട്, എന്നിട്ട് നമ്മൾ 1.5 ഗ്ലാസ് അരിയാണ് 2 ഗ്ലാസ്, അതായത് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ നമ്മൾ 3 ഗ്ലാസ് വെച്ചു. അതിനുശേഷം എന്തേ കണ്ടോ, നമ്മുടെ മറ്റേ മല്ലിയില എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമാണോടാ? മല്ലിയില എനിക്ക് ഇഷ്ടമില്ല. മല്ലിയില ടേസ്റ്റ് ഒന്നും ഇഷ്ടമില്ല. അയ്യോ സോറി ഗൈസ്, ഇതാണ്ട് മല്ലിയില ഇട്ടുപോയി. ഇനിയിപ്പോ നീ തിന്നേ പറ്റുള്ളൂ. ഷാൻജിയോ അങ്ങനെ ഇട്ടെ. അപ്പൊ മല്ലിയില ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് നാരങ്ങയും കൂടി ഇടുവാണ്. ഇപ്പഴോ? ഇതിനകത്ത് കുറച്ച് നാരങ്ങയും കൂടെ നമ്മൾ പിരിഞ്ഞൊഴിക്കുകയാണ്. പിരിഞ്ഞല്ല, പിഴിഞ്ഞൊഴിക്കുക. പിഴിഞ്ഞൊഴിക്കുകയാണ്. മതി മതി മതി. എടാ അവസാനം ഇത് കഴിക്കാൻ പറ്റുന്നതാണല്ലോ അല്ലേ? ഞാൻ അതിൽ കണ്ട പോലെ ഇങ്ങനെയൊന്നും അല്ല. ഇതിന്റെ പണ്ട് ഇങ്ങനെ ഇന്ന് ഞാൻ കുറച്ച് ഗിഷ് ആയിട്ട് ഉണ്ടാക്കിയതാ. അപ്പൊ ഗൈസ്, ഇനി ഇതിന്റെ ഫൈനൽ പൂട്ടി വെക്കാൻ പോവാണ്. പൂട്ടിയിട്ട് ഫൈനൽ ഔട്ട്പുട്ട് നിങ്ങളെ കാണിക്കാൻ ഗൈസ്. അപ്പം അതുവരെ ബൈ ബൈ ഗൈസ്. ഫൈനലി ബിരിയാണി സെറ്റായോ? ടേസ്റ്റ് ചെയ്ത് നോക്കി. വെള്ളം കൂടിപ്പോയോ? വെള്ളം കൂടിപ്പോയി. ലേശം ഉപ്പ് പറഞ്ഞു. വേറെ കുഴപ്പമൊന്നുമില്ല ഗൈസ്.
കണ്ടിട്ട് സെറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ബിരിയാണി എക്സ്പേർട്ടാണ്. ഇന്ന് എന്തോ വേറെ പുതിയ പൊടിക്കൈകൾ എന്തോ അങ്ങോട്ടൊക്കെ ചെയ്തു. അപ്പോൾ ഏതായാലും ഞങ്ങൾ ബിരിയാണി കഴിച്ചിട്ട് വരാം. ഇത് ഞാൻ പറഞ്ഞ പോലെ നാളെ എന്നെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഓർക്കണം എന്താണ് സംഭവിച്ചതെന്ന്. കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം കൂടി പോയി തോന്നുന്നു, ലേശം. കേക്കൊക്കെ ഓക്കെയാണ്. ഏതായാലും ഞങ്ങൾ അതെ ഞങ്ങൾ ഇപ്പൊ പുതിയ സാധനം തന്നു കഞ്ഞി ബിരിയാണി. അപ്പൊ ഞങ്ങൾ കഞ്ഞി ബിരിയാണി കഴിക്കട്ടെ ഗൈസ്. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരേക്കും വി ആർ സൈനിങ് ഓഫ്. ബൈ.